മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില്ല. മഞ്ചേരി സീതി ഹാജി ബസ് സ്റ്റാൻഡിലെ ചുമരുകളിൽ ഇനി വർണ്ണചിത്രങ്ങൾ വിരിയും. യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാരാണ് നഗരസഭയുടെ സഹകരണത്തോടെ ചിത്രങ്ങൾ വരച്ചത്. വിദ്യാർത്ഥികൾ ഒരുക്കിയ ബ്യൂട്ടി സ്പോട്ട് മഞ്ചേരി നഗരസഭാ ചെയർപേഴ്സൺ VM സുബൈദ ഉദ്ഘാടനം ചെയ്തു. മാലിന്യം വലിച്ചെറിഞ്ഞ് അലക്ഷ്യമായി കിടക്കുന്ന സ്ഥലം കണ്ടെത്തി മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യത്തീംഖാന ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വളണ്ടിയർമാർ ബ്യൂട്ടി സ്പോട്ട് നിർമ്മിച്ചത്. മഞ്ചേരി നഗരസഭയെ മാലിന്യമുക്ത നഗരസഭയാക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. ഇതിന് മഞ്ചേരി യത്തീംഖാന സ്കൂളിലെ NSS വളണ്ടിയേഴ്സ് വന്നിട്ട് ഞങ്ങളത് ചെയ്തോളാമെന്ന് നേരിട്ട് നമ്മൾ അറിയിക്കുകയും അവർ മാസങ്ങളോളം വെച്ച് ഇവിടെ വൃത്തിയാക്കണം. ഇവിടുത്തെ മുമ്പത്തെ അവസ്ഥ എന്നാൽ വളരെ മോശമായിരുന്നു. അതിനൊക്കെ മാറ്റം വരുത്തി ഇപ്പോൾ ആർക്കും എപ്പോഴും കയറി വന്ന കാരണം പൊതുജനങ്ങൾ മൂത്രമൊഴിക്കുന്ന ഒരു സ്ഥലമായി മാറിക്കഴിഞ്ഞിരുന്നത്. പൊതുജനങ്ങളോട് പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മുടെ നഗരസഭ വൃത്തിയിലുള്ള നഗരസഭയാക്കണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം ഉണ്ടാവണം. ആരെങ്കിലും എവിടെയെങ്കിലും കൊടുന്ന് ഇടുന്നത് കണ്ട ആ സ്പോട്ടിൽ വെച്ച് നഗരസഭയെ അറിയിക്കുകയും അതിന് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യണം. നമ്മുടെ കുട്ടികൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഈ സ്പോട്ട് ഇങ്ങനെ ഇത്രയും വൃത്തിയിൽ പെയിൻ്റ് അടിച്ച് നന്നാക്കിയത്. അതുകൊണ്ട് പൊതുജനങ്ങളുടെ സഹകരണം ഉണ്ടാവണമെന്നാണ് ഈ അവസരത്തിൽ അറിയിക്കുന്നത്. ദിവസേന നൂറുകണക്കിന് യാത്രക്കാരെത്തുന്ന ബസ് സ്റ്റാൻഡിലെ ഈ ഭാഗം യാത്രക്കാർ മാലിന്യം വലിച്ചെറിഞ്ഞിരുന്നു. ഇതോടെയാണ് വിദ്യാർത്ഥികൾ മുൻകൈയെടുത്ത് ചുമരിൽ ചിത്രങ്ങൾ വരയ്ക്കാൻ മുന്നിട്ടിറങ്ങിയത്. 1.5 മാസക്കാലം സമയമെടുത്താണ് വിദ്യാർത്ഥികളായ BM മന്ദീപ്, അഹമ്മദ് നിജാദ് എന്നിവർ ചേർന്ന് ചിത്രങ്ങൾ വരച്ചത്. അതായത് ഇങ്ങനെ ഒരു ഭാഗം വൃത്തിയേടായി കണ്ടപ്പോൾ ഞങ്ങൾ നഗരസഭയുമായി ബന്ധപ്പെടുത്തി ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിച്ചപ്പോൾ അവർ ഉടനെ തന്നെ നമുക്ക് അതിന് വേണ്ടിയുള്ള എല്ലാ സഹകരണങ്ങളും സഹായങ്ങളും ഫണ്ടും കാര്യങ്ങളും ഒക്കെ ഒറ്റയടിക്ക് തന്നെ നമുക്ക് ചെയ്തു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയും മഴയത്തും രാത്രി വഴുകിയിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ ഈ വർക്ക് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മഞ്ചേരിയിലുള്ള ആളുകളോടും അതോടൊപ്പം തന്നെ ഈ ബസ് സ്റ്റാൻഡിൽ വരുന്ന ബസ് തൊഴിലാളികളും യാത്രക്കാരോടും അവരൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു എഫേർട്ട് എടുത്തിട്ട് ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു മാരകമായ അസുഖങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തൊരു പദ്ധതിയാണ്. ഇതിനെ ഒരു 80% ഞങ്ങൾ മാറ്റിയെടുത്തു. ഇനി 20% നിങ്ങളെടുത്താണ്. നിങ്ങൾ അതിൻ്റെ എല്ലാ പിന്തുണയും ഇതിന് വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്കോ ഞങ്ങൾക്കോ മാത്രമല്ല ഈ സമൂഹത്തിലെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിൽ നിങ്ങളെല്ലാവരും സഹായിക്കണം, സഹകരണം ഉണ്ടാവണമെന്ന് പറയുന്നു. വൈസ് ചെയർമാൻ VP ഫിറോസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ റഹീം പുതുക്കൊള്ളി, NK ഗൈറുനിസ, കൗൺസിലർമാരായ മരുന്നൻ മുഹമ്മദ്, ഹുസൈൻ മേച്ചേരി, AV സുലൈമാൻ, T ശ്രീജ, ഫാത്തിമ സുഹ്റ, സെക്രട്ടറി H സിമി, ക്ലീൻ സിറ്റി മാനേജർ JA നുജൂം, ജനന മരണ രജിസ്ട്രാർ CA ഷംസുദ്ദീൻ, സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ KP സലീം, ഹെൽത്ത് ഇൻസ്പെക്ടർമാർ, നഗരസഭാ ജീവനക്കാർ, NSS വളണ്ടിയർമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.